പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ചില ദിവസങ്ങളായി ദൈവകൃപയാൽ USA പ്രദേശത്ത് ക്ഷേമത്തോടെ ഇരുപ്പാനായി കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ചെയ്യുവാനുള്ള കാരണം, അമേരിക്കയിലെ മലയാളി പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ ഏറ്റവും പ്രഗത്ഭമായി അറിയപ്പെടുന്ന 39ാമത് PCNAC കോൺഫറൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ നടക്കുകയുണ്ടായി. ആ മീറ്റിങ്ങിനെ സംബന്ധിച്ച് വിവിധമാകുന്ന ചർച്ചകൾ സോഷ്യൽ മീഡിയകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ 3 ദിവസം ആ മീറ്റിങ്ങിൽ സംബന്ധിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെയും ചില അഭിപ്രായങ്ങൾ ദൈവമക്കളുമായി പങ്കുവയ്ക്കുവാനായിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. വളരെ മനോഹരമായ ഒരു തുടക്കമായിരുന്നു PCNAC കോൺഫറൻസ് ഹ്യൂസ്റ്റണിൽ പ്രാർത്ഥിച്ച് ആരംഭിച്ചത്. അത് വ്യാഴാഴ്ച ദിവസം വൈകിട്ടായിരുന്നു. അന്ന് എനിക്ക് പോകുവാനായിട്ട് സാധിച്ചില്ല എങ്കിലും ഓൺലൈനിൽ കൂടി അത് കാണുവാൻ കഴിഞ്ഞു. വളരെ മനോഹരമായ നിലയിൽ പ്രാർത്ഥിച്ച് ആരംഭിച്ച മീറ്റിംഗ്. ഒരുപക്ഷെ കാണുന്ന നിങ്ങളിൽ ചിലരെങ്കിലും ചോദിക്കാം, എന്തിനാണിതൊക്കെ കാണാൻ പോകുന്നത് എന്നൊരു ചിന്തയുണ്ടാകാം. പ്രാരംഭത്തിൽ ഞാൻ ആ കാര്യം ഒന്ന് വ്യക്തമാക്കട്ടെ. 2-3 കാരണങ്ങൾ കൊണ്ടാണ് ആ മീറ്റിങ്ങിൽ സംബന്ധിക്കുവാനായി കടന്നുപോയത്. അതിലൊന്ന്, കേരളക്കരയിൽ എന്നോടൊപ്പം കൺവെൻഷൻ വേദികളിൽ, നിരവധി വേദികളിൽ അടുത്തടുത്ത ദിവസങ്ങളിലായി ശുശ്രൂഷിക്കുകയും അല്ലാതെ തന്നെ നിരവധി മീറ്റിങ്ങുകളിൽ ഈ കാലഘട്ടത്തിൽ വളരെ നിർമ്മലമായ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യുന്ന, ശുശ്രൂഷ മേഖലയിൽ ദൈവത്താൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസൻ പള്ളിപ്പാട് എന്ന കർത്താവിൻ്റെ ദാസൻ, നാട്ടിൽ നിന്ന് ഈ മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കുവാനായി കടന്നു വരുന്നു എന്നുള്ള ഒരു സന്തോഷം. മറ്റൊരു കാരണം, സ്ട്രീറ്റിൽ പ്രസംഗിച്ചുകൊണ്ട് നടന്ന, അല്ലെങ്കിൽ വർഷങ്ങളോളമായി സ്ട്രീറ്റിൽ പ്രസംഗിക്കുന്ന, ഇന്നും സ്ട്രീറ്റ് മിനിസ്ട്രിയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഷമീർ കൊല്ലം എന്ന ഞാൻ അമേരിക്കയിൽ ഇങ്ങനെയൊക്കെ വന്നിരിപ്പാനും ശുശ്രൂഷകളിൽ സംബന്ധിപ്പാനുമൊക്കെ 2015 മുഖാന്തരമായി തീർന്നത് PCNAC എന്ന് പറയുന്ന ഈ കോൺഫറൻസ് സൗത്ത് കരോലിനയിൽ നടക്കുന്ന സമയത്താണ് എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെയൊക്കെ വരാൻ ഒരു മുഖാന്തരമായി തീർന്ന ഒരു മീറ്റിംഗ് എന്ന നിലയിലും ആ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. മറ്റൊരു കാര്യം, അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിലുള്ള എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ സന്ദേശങ്ങൾ ഇഷ്ടപ്പെടുന്ന, എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന, എനിക്കായി പ്രാർത്ഥിക്കുന്ന അനേക സഹോദരങ്ങൾ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് PCNAC കൂട്ടായ്മയിൽ സംബന്ധിപ്പാൻ കടന്നു വരുന്നുണ്ട് എന്നുള്ളതിനാലും അവിടെ വെച്ച് തമ്മിൽ കാണാം എന്നുള്ള സന്തോഷം പലരും അറിയിച്ചതിനാലും ആണ് PCNAC എന്ന കോൺഫറൻസിലേക്ക് കടന്നു പോകാനിടയായത്. 1-ാം ദിവസം ഓൺലൈനിൽ കൂടി ആ മീറ്റിങ്ങുകൾ കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി. കോവിഡിന് ശേഷം ഇത്രയധികം ദൈവമക്കൾ ഒന്നിച്ചു കൂടാൻ കിട്ടിയ ആ വലിയൊരു ഭാഗ്യത്തെ സന്തോഷത്തോടെ ഏറ്റെടുത്തുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ഒരു ജനപ്രവാഹം തന്നെ PCNACന്റെ 39ാമത് കോൺഫറൻസിൽ ഹ്യൂസ്റ്റണിൽ വന്നു എന്നുള്ളത് വളരെ ആനന്ദത്തോടെ പറയാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. മാത്രമല്ല, ആ മീറ്റിങ്ങുകളുടെ കോർഡിനേഷനും അവിടുത്തെ അടുക്കും ചിട്ടകളും വരുന്ന ദൈവമക്കൾക്കായി ക്രമീകരിക്കപ്പെട്ട സൗകര്യങ്ങളും എല്ലാം വളരെ ഭംഗിയായി ആളുകൾ പരസ്പരം അഭിനന്ദിച്ച് പറയുന്ന നിലയിൽ മനോഹരമായൊരു തുടക്കത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ ദിവസം പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസൻ വളരെ മനോഹരമായ ഒരു സന്ദേശം കൈമാറി. തൊട്ടടുത്ത ദിവസം വീണ്ടും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി ദാനിയൽ, അദ്ദേഹം മനോഹരമായ നിലയിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുകയും
അതവിടെ കടന്നു വന്ന ദൈവമക്കൾക്ക് വളരെ അനുഗ്രഹമായി തീരുകയും ചെയ്തു എന്നുള്ളത് നേരിട്ട് മനസ്സിലാക്കിയ വസ്തുതയാണ്. ആ വചന ശുശ്രൂഷകൾക്കിടയിൽ ഒരല്പസമയം, അല്പമിനിറ്റുകൾ ഈ കാലഘട്ടത്തിൽ ദൈവസഭയുടെ വേലി പൊളിച്ച് അകത്ത് കടന്നു കയറിയിരിക്കുന്ന കുറുക്കന്മാരെക്കുറിച്ച്, ദുരുപദേശകരെക്കുറിച്ച് വളരെ ശക്തമായ മുന്നറിയിപ്പ് ദൈവാത്മാവിൽ പാസ്റ്റർ ഷാജി ഡാനിയേൽ ആ മീറ്റിംഗിൽ നൽകുകയുണ്ടായി. ആ ഭാഗം നമുക്കൊന്ന് കാണാം. കാലഘട്ടങ്ങളിൽ ഏറ്റവും ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട് ജനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈ തൊട്ട ആത്മാവിൽ തൊട്ടാൽ ഉടൻ താഴെ വീഴുന്നു, അതും പുറകോട്ട്. വേദപുസ്തകത്തിന്റെ ആദ്യത്തെ പേജ് മുതൽ അവസാനം വരെ പേജ് ഞാൻ വായിച്ചണക്കെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആരും ചത്തു വീണതുപോലെ വീണതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ദൈവത്തിന്റെ തേജസ് കാണുമ്പോഴും ദൈവ സാന്നിധ്യം കാണുമ്പോഴും ഭയപ്പെട്ട ആരാധനയ്ക്കായി കവിണ് വീഴുകയും അവരെ കൈപിടിച്ച് എഴുന്നേറ്റ് നിൽക്കുക, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നിവർത്തിയ ആത്മാവിനെ അല്ലാതെ മരിച്ചതുപോലെ താഴെയിടുന്ന ആത്മാവിനെ വേദപുസ്തകത്തിൽ ഒരിടത്തുമില്ല. ഇനി പ്രോഗ്രസീവായിട്ട് ആത്മാവ് പ്രവർത്തിക്കുന്നെങ്കിൽ പല ഉപദേശങ്ങളും അംഗീകരിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഇന്ന് രാത്രി ഞാനും വാസ്നേജിലൊക്കെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന അല്ല വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഈ ലഭിച്ചിരിക്കുന്ന 66 പുസ്തകങ്ങൾക്കപ്പുറത്ത് കർത്താവിന്റെ വരവ് വരെ മറ്റൊരു ഉപദേശം തരാൻ എന്റെ കർത്താവ് താല്പര്യപ്പെടുന്നില്ലെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാന്. അതുകൊണ്ട് തന്നെ സർവ ദുരുപദേശങ്ങളാലും വിശ്വാസികൾക്ക് ഇടർച്ച വരുത്തുന്ന സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. ഉള്ള കൊരയും ചുമയും ഉള്ള ചിരിയും തുപ്പലും സർവ പരിപാടികളും സഭയ്ക്കകത്ത് കയറിയേക്ക്. ഈ അടുത്തിടയ്ക്ക് ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നപ്പോൾ അതിനകത്ത് ഞാൻ കണ്ടു, സിംഹം ഗർജിക്കുന്ന പോലെ ഒരു കൊച്ചങ്ങ് ആത്മാവിലായി ഗർജിക്കുക. കണ്ടോ? ഈ കൊച്ചിനി പൂച്ച കരയുന്ന പോലല്ല. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയത്തില്ല. ഈ സിംഹം ഗർജിക്കുന്ന പോലെ. ആ കൊച്ച 10-15 വയസ്സ് കാണും. അതിന്റെ ശ്വാസകോശം മുഴുവൻ എടുത്ത് അങ്ങ് അലറുക. സിംഹം ഗർജിക്കുന്ന പോലെ ഗർജിക്കാൻ. പക്ഷെ എന്നിട്ടും പൂച്ചയുടെ ശബ്ദം പുറത്തു വന്നിട്ടില്ല. ഈ പറയുന്ന ദൈവദാസൻ സ്റ്റേജിൽ നിന്നുകൊണ്ട് പറയുക, കണ്ടോ ഇനിയും തൊട്ട് ഗർജിക്കുന്നത് പോലെ സിംഹം ഗർജിക്കണം. ഇതൊക്കെ എവിടുന്ന് വന്ന പഠിപ്പീരാണെന്നറിയുന്നില്ല. പ്രിയ ദൈവത്തിന്റെ ദാസന്മാരെ, കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന സഭകളെ വചനം പഠിപ്പിച്ച് വചനത്തിന്റെ ഉറപ്പിന്മേൽ നിർത്തി അവർക്ക് കാവൽക്കാരാക്കി നിർത്താൻ പ്രായമുള്ള ദൈവദാസന്മാർ, ബലവാന്മാരായ ദൈവദാസന്മാർ, സഹോദരങ്ങൾ, സഹോദരിമാരെ കർത്താവ് വിളിച്ചിരിക്കുമ്പോ ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ആത്മാവിലുള്ള ദുരുപദേശമോ മറ്റൊരു ദുരുപദേശം കൊണ്ടും പാവപ്പെട്ട വിശ്വാസികളുടെ വിശ്വാസം നശിപ്പിച്ചു കളയുവാൻ, അവരെ ഉറപ്പിൽ നിന്ന് താഴെ വീഴ്ത്തുവാൻ ഒരൊറ്റ കുഞ്ഞിനും വിട്ടുകൊടുക്കരുത്. അത് ദുരുപദേശത്തിന്റെ വാളുകളാണ്. അപ്പോ വളരെ ശക്തമായ മുന്നറിയിപ്പ്, പ്രത്യേകിച്ച് ഇപ്പോൾ നാട്ടിൽ ബാംഗ്ലൂരിലെ ഫയറും തീയും, ലിക്വിഡ് ഫയറും അഗ്നിയും തള്ളിയിടലും ഉന്തി വീഴ്ത്തലൊക്കെ ഇങ്ങനെ ട്രെൻഡിങ് ആയി ചർച്ചാ വിഷയമായി നിൽക്കുന്ന സമയത്ത് വളരെ കൃത്യമായി പാസ്റ്റർ ഷാജി ഡാനിയേൽ ഈ ദുരുപദേശ കൂട്ടത്തെക്കുറിച്ച് കൃത്യമായ അവയർനെസ് കൊടുത്തുകൊണ്ട് ആ വചന ശുശ്രൂഷയിൽ സംസാരിച്ച ഭാഗമാണ് നമ്മൾ കേട്ടത്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകം അദ്ദേഹം വായിച്ചിട്ടും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടൊരു വ്യക്തി പുറകോട്ട് മലന്നടിച്ചു വീണതോ ചത്തതുപോലെ വീണതായിട്ടോ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല എന്നും, പകരം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തികൾ ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി, നമസ്കാരത്തിനായി കുമ്പിട്ട് ദൈവസന്നിധിയിൽ വീഴുകയും അവരെ കൈപിടിച്ചുയർത്തി ഭയപ്പെടണ്ട എന്ന് പറയുന്ന ദൈവപ്രവൃത്തിയാണ് ബൈബിളിലുള്ളത് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി ഈ വലിയ ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു. സന്തോഷത്തോടൊപ്പം തന്നെ ഒരു കാര്യം പറയട്ടെ, ഇത് തന്നെയല്ലേ എത്രയോ കാലങ്ങളായി ഞാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ പറയുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ്, സാരമില്ല. എന്നാലും അദ്ദേഹം പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന മുഴുവൻ ആളുകളും അത് ഹൃദയത്തിൽ ഏറ്റെടുത്ത് സന്തോഷിച്ചു. ആ മീറ്റിങ്ങിന്റെ സെഷൻ കഴിഞ്ഞപ്പോൾ വളരെ അനുഗ്രഹീതമായ നല്ല അഭിപ്രായങ്ങളാണ് നമുക്ക് അവിടെ കൂടി വന്നവരിൽ നിന്ന് കേൾക്കുവാനായിട്ട് സാധിച്ചത്. അങ്ങനെ വീണ്ടും മനോഹരമായ നിലയിൽ ആ മീറ്റിംഗ് മുന്നോട്ട് പോകുന്നു. തുടർന്ന് അറ്റ്ലാന്റയിലുള്ള പാസ്റ്റർ ഷിബു, അറ്റ്ലാന്റയിലുള്ള ഒക്കലഹോമയിലെ ഷിബു പാസ്റ്റർ അല്ല, അത് ഞാൻ പിന്നാലെ പറയാം. അറ്റ്ലാന്റയിലുള്ള പാസ്റ്റർ ഷിബു
വളരെ കൃത്യമായി അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൈവവചന ശുശ്രൂഷയുടെ സമയത്തിൻ്റെ അകത്തു നിന്ന് അദ്ദേഹവും ചില മിനിറ്റുകൾ, ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ നാവിലും ഒരു അവയർനെസ്, ഒരു മുന്നറിയിപ്പ്, ദൈവവചനത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്ത സാധുക്കളായ അല്ലെങ്കിൽ കൂടുതൽ വലിയ പാണ്ഡിത്യമില്ലാത്ത ജനങ്ങളെ വചനത്തെ ദുർവ്യാഖ്യാനിച്ച് നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യരുത് എന്ന് വളരെ ശക്തമായി അവിടെയും ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. ആ വീഡിയോയുടെ ചില മിനിറ്റുകൾ കാണാം. ദൈവസഭയോട് ഇന്ന് പകൽക്കാലം എന്ത് ദൂത ഇതിനകത്ത് പറയാനുള്ളത്? നമുക്കും ദൈവം ഇതേപോലെ പല പൊസിഷൻസിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. പൊസിഷൻ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യാനുള്ളതല്ല. ദൈവം നൽകി തന്ന അഭിഷേകം പാവപ്പെട്ട വിശ്വാസിയെ ചൂഷണം ചെയ്യാനുള്ളതല്ല. കർത്താദാസൻ പറഞ്ഞല്ലോ, അതിലേക്ക് ഞാൻ അധികം പോകുന്നില്ല. ഹല്ലേലൂയ. പാവപ്പെട്ട വിശ്വാസി ദൈവവചനം വല്ലതൊന്നും അറിയാൻ മര്യാദയിരിക്കുന്ന കുറച്ചു പേരുണ്ടല്ലോ, നമ്മുടെ നാല് ചുറ്റും അതുപോലത്തെ ഒത്തിരി പേരുണ്ട്. അവരെ ചൂഷണം ചെയ്യുന്ന അഭിഷേകത്തിന്റെ പേരിൽ, പരിശുദ്ധാത്മാവിന്റെ പേരിൽ, എണ്ണയുടെ പേരിൽ, തീ വീഴ്ത്തലിന്റെ പേരിൽ, എല്ലാ പേക്കൂത്തിന്റെ പേരിൽ നാം അവരെ ചൂഷണം ചെയ്യുന്ന ഒരു പെന്തിക്കോസ് ലോകത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധ പറയുക, മാനസാന്തരപ്പെട്ട് മടങ്ങി വരുക. ദ ഫ്രൂട്ട് ഓഫ് റിപ്പന്റൻസ് വേറെ എങ്ങും പറഞ്ഞിട്ടില്ല. വേറെ ഒക്കെ ഫ്രൂട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഫ്രൂട്ട് ഓഫ് റിപ്പന്റൻസ് ഈ ഒരു അധ്യായത്തിലേ ഉള്ളൂ. ബാക്കി പിന്നെ ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ് ഉണ്ട്, ഫ്രൂട്ട് ഓഫ് സെർവിംഗ് ഉണ്ട്, ഫ്രൂട്ട് ഓഫ് അനോയിന്റിംഗ് ഉണ്ട്. ഇതൊക്കെ പല സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഫ്രൂട്ട് ഓഫ് റിപ്പന്റൻസ് ഈസ് ഇൻ ലൂക്ക് ചാപ്റ്റർ 3 ആൻഡ് മാർക്ക് ചാപ്റ്റർ 3. Can I get some good amen? Amen. അപ്പൊ ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല. ചൂഷണത്തിന് വേണ്ടി തല കൊടുക്കുന്ന വിശ്വാസിയെ നിങ്ങളും മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. നിങ്ങൾ തല കൊടുക്കാൻ ഇരിക്കുന്നത് കൊണ്ടല്ലേ ചൂഷണം ചെയ്യാൻ വേണ്ടി പലരും വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തിനേയും പുറകെ കീജയി പറയാൻ ഒരു കൂട്ടം ഉള്ളത് കൊണ്ടല്ലേ. ഇത് ശ്രദ്ധിച്ചെന്ന്, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതലായിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കുന്നത്. ഏറ്റവും വലിയ ലിറ്ററസി ഉള്ള സ്ഥലത്ത് ഇതാ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. മൂര്യാട് പോലുള്ള എംപറർ ഇമ്മാനുവൽ ഒക്കെ എഴുന്നേറ്റത് കേരളത്തിലാ. നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെ എന്തുകൊണ്ടും അനുഗ്രഹീതമായി വളരെ കൃത്യതയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മീറ്റിംഗിൽ പിന്നീട് ടിം ഹിൽ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ മെസ്സേജും അവിടെ കൂടി വന്ന ആളുകൾക്ക് വളരെ അനുഗ്രഹമായി, വളരെ കൃത്യമായ ദൈവവചനത്തിന്റെ വീക്ഷണത്തിലൂടെ അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൽ ഈ പ്രാവശ്യത്തെ PCNAC കോൺഫറൻസ് വളരെ അനുഗ്രഹമായി നടക്കുന്നു എന്ന നിലയിൽ എല്ലാവരും തൃപ്തരായിരുന്നു. എന്നാൽ ശനിയാഴ്ച ദിവസമായപ്പോൾ, ശനിയാഴ്ച ദിവസം വൈകുന്നേരത്തെ സെഷനിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ പാസ്റ്റർ ആൻഡ്രൂ ബിസോണി എന്ന് പറഞ്ഞ ഒരു അർജന്റീനക്കാരനോ മറ്റോ ആണ്. അദ്ദേഹം കടന്നു വന്ന് ഈ ഇത്രയും നന്നായി ദൈവവചനം പ്രസംഗിക്കപ്പെട്ട വേദിയിൽ, അല്ലെങ്കിൽ ഇത്രയും കൃത്യമായി പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് നൽകിയ അതേ വേദിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം അവിടെ കൂടി വന്ന ആളുകളെ തള്ളിയിടുവാനും വീശിയിടുവാനും ഛർദിപ്പിക്കുവാനും ഒക്കെയുള്ള കലാപരിപാടികളുമായി അവിടെ ഒരു നാടകം അരങ്ങേറി. നമ്മൾ ദൈവവചനത്തിൽ കാണുന്ന പോലെ ചത്ത ഈച്ച തൈലത്തെ മുഴുവൻ നാറുമാറാക്കുന്നു എന്നെഴുതിയിരിക്കുന്നത് പോലെ അതുവരെ അനുഗ്രഹമായി നടന്നുകൊണ്ടിരുന്ന ആ മീറ്റിംഗിൽ ഈ പൈശാചികൻ കയറി ആ ആത്മീയ സന്തോഷത്തെ നശിപ്പിച്ച്, ദൈവാത്മാവ് കൃത്യമായ അവയർനെസ് മുൻപേ ഉള്ള ദിവസങ്ങളിൽ കൊടുത്തിട്ടും അതിനെ ഒരു തരിമ്പ് പോലും ഏറ്റെടുക്കാതെ വിശ്വാസികളെന്ന് പറയുന്ന ചില വിഡ്ഢിക്കഴുതകൾ ഈ പിശാചിന്റെ മുമ്പിൽ പോയി തലവെച്ചു കൊടുക്കുന്ന ദയനീയമായ കാഴ്ചകളാണ് അവിടെ കാണുവാനായിട്ട് സാധിച്ചത്. അപ്പം നിങ്ങൾ ചിന്തിക്കും, അങ്ങനെയൊക്കെ അവിടെ നടന്നോ? ഞങ്ങൾ കണ്ടില്ലല്ലോ. ചില മിനിറ്റുകൾ മാത്രം നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി ആ വീഡിയോ ഒന്ന് കാണാം. Jesus, open the heavens upon your son. Fire, Jesus.
Fire, Jesus. Jesus, open the heavens upon your Son. Pour your love upon his heart. Jim, you're his beloved Son. He's pleased with you. Be filled with the Holy Spirit. Fire. Jesus, pour your Spirit upon your Son, whom you love, Jesus. Open the heavens upon his life. Fire, Jesus. Fire, Jesus. Tell him, Jesus, I'm thirsty for your presence. I'm thirsty for your presence. I'm thirsty for your Spirit, Jesus. Lift up your hands to him. Levanta tus manos. Lift up your hands. കണ്ടല്ലോ, ഇത് ഒരു വലിയ വീഡിയോയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഈ നാടകമാണ് അവിടെ അരങ്ങേറിയത്. ഇപ്പോൾ ചിലരുടെ മനസ്സിലേക്കൊരു ചിന്ത വരുന്നുണ്ട്, ഛർദ്ദിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന്. വിഷമിക്കേണ്ട, അതുകൂടി ഒന്ന് കണ്ടേക്കാം.
അപ്പോൾ ഇങ്ങനെയുള്ള വളരെ പൈശാചികമായ നിലയിലുള്ള ഒരാത്മാവ് അവിടെ വ്യാപരിച്ചു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, കയ്പും മധുരവും ഒരു ഉറവയിൽ നിന്ന് പുറപ്പെടുന്നു. ഇരുട്ടും വെളിച്ചവും ഒന്നിച്ച് സംഭവിക്കുമോ? എന്നാൽ ഇവിടെ PCNAC കോൺഫറൻസിൽ ആദ്യത്തെ ദിവസങ്ങളിൽ നടന്ന മുഴുവൻ വെളിച്ചത്തെയും കെടുത്തിക്കൊണ്ട് ഈ ഇരുട്ടിൻ്റെ ആത്മാവ് അതേ വേദിയിൽ താണ്ഡവ നൃത്തമാടുന്ന കാഴ്ച, പഞ്ചപുച്ഛമടക്കി സകലവിധമാകുന്ന കോട്ടിട്ടിരുന്ന സകല വിദ്വാൻമാരും അവിടെ പഞ്ചപുച്ഛമടക്കി മൗനം പാലിച്ചുകൊണ്ട്, ചിലരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒക്കെ നിൽക്കുന്ന വികൃതമായ കാഴ്ചയ്ക്ക് സാക്ഷിയാകേണ്ടി വന്നു. ഇത് ശ്രദ്ധിച്ചു മനസ്സിലാക്കിയപ്പോൾ നാട്ടിൽ നിന്ന് കടന്നുപോയ ചില ഉപദേശിമാരും നടുപിടിച്ചു വീഴുന്ന കാഴ്ചകൾ കണ്ടു. അതിലൊന്ന് കേരളക്കരയിലെ കൺവെൻഷൻ പ്രസംഗകനായിരിക്കുന്ന പാസ്റ്റർ സാം ജോസഫ് കുമരകം. അദ്ദേഹം വീണതിൽ എനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം കേരളക്കരയിൽ അദ്ദേഹം പോകുന്ന കൺവെൻഷനിൽ ഇതുപോലെ മുഴുവൻ ആളുകളെയും വീഴിക്കുന്ന ആളാണ് പുള്ളി. അപ്പം അദ്ദേഹത്തിനും വല്ലപ്പോഴും ഒന്ന് സ്വന്തമായിട്ട് വീഴണ്ടേ, അതുകൊണ്ട് അദ്ദേഹവും വീണു. പക്ഷെ മറ്റൊരു വിഷമം തോന്നിയത്, അടുത്തതായി വീണ മറ്റൊരാൾ ഈ PCNAC കോൺഫറൻസിൽ വർഷിപ്പിന് അല്ലെങ്കിൽ പാട്ടിന് നേതൃത്വം കൊടുത്ത ഇമ്മാനുവൽ KB എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീഴുന്ന കാഴ്ചയാണ്. Jesus, open the heavens upon your son. Fire. Anoint him with your Holy Spirit power. And 1,000 Yeshua. Jesus, open the heavens. You're his beloved son, and he's pleased with you. Fire. Jesus. അത് വല്ലാത്ത വിഷമമുണ്ടാക്കി. കാരണം കേരളത്തിൽ പല പാട്ടുകാരും ഗാനശുശ്രൂഷയെ വികൃതമാക്കി പല നിലയിലുള്ള കോമാളിത്തരങ്ങൾ കാണിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, വളരെ നന്നായി പാടുകയും ആവശ്യമില്ലാത്ത കോമാളിത്തരങ്ങളൊന്നും കാണിക്കാതെ ഗാനശുശ്രൂഷയിൽ വളർന്നു വരികയും ചെയ്യുന്ന ചെറുപ്പക്കാരനെ പലപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോൺഫറൻസിൻ്റെ പകൽ സമയത്തും അദ്ദേഹത്തെ കണ്ടപ്പോൾ കൈ കൊടുത്തിട്ടുണ്ട്, അഭിനന്ദിച്ചിട്ടുണ്ട്, പ്രാർത്ഥനയിൽ ഓർക്കാറുമുണ്ട്. എന്നാൽ ആ ചെറുപ്പക്കാരനും പുറകോട്ട് മലന്നു വീഴുന്ന കണ്ടപ്പോൾ സങ്കടം തോന്നി. പ്രാർത്ഥിക്കുന്നു, ഒരുപക്ഷെ വചനം പ്രസംഗിക്കുന്ന പാസ്റ്റർമാരെ പോലെ വലിയ വചനപരിജ്ഞാനമൊന്നും ആ ചെറുപ്പക്കാരനില്ലാത്തത് കൊണ്ടാകാം തിരുത്തപ്പെടാനും വളർന്നു വരാനും അദ്ദേഹത്തിന് മുമ്പിൽ സമയം ഒരുപാടുണ്ട്. ആ ചെറുപ്പക്കാരനെ ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഓർപ്പിക്കാൻ കഴിയുന്നുള്ളൂ. ഇങ്ങനെ വളരെ വികൃതമായ നിലയിൽ, പൈശാചികമായ നിലയിൽ ഒരു ശുശ്രൂഷ ഈ ശനിയാഴ്ച ദിവസം വെളിപ്പെട്ടതുകൊണ്ട് അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ വെളിച്ചത്തെയും മങ്ങലേൽപ്പിക്കുന്ന നിലയിൽ പൊതുജനം പുറത്തിറങ്ങി നിന്നുകൊണ്ട് എന്ത് വൃത്തികേടാണ് ഇവർ കാണിക്കുന്നതെന്ന നിലയിൽ പരസ്പരം അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്ന നിലയിലേക്ക് മനോഹരമായി തുടങ്ങിവെച്ചൊരു സംരംഭത്തെ ഈ പൈശാചിക ആത്മാവുള്ളവൻ തകർത്തു എന്ന് വേണം പറയാൻ. ഇനി അവിടെ കണ്ട ഒരു മികച്ച കോമഡി നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുകയാണ്. ആ കോമഡി ഇങ്ങനെയാണ്. ഇദ്ദേഹം കൈവീശുമ്പോൾ ഒരു സഹോദരി അവിടെ തുള്ളി മറിയുന്നുണ്ട്. ആ തുള്ളി മറിയുന്ന സഹോദരി താഴേക്ക് വീഴുമ്പോൾ പുതയ്ക്കാൻ പുതപ്പും കൊണ്ട് മറ്റൊരു സഹോദരി അവിടെ നിൽക്കുന്നുണ്ട്. Fire. Yeshua. Yeshua.
Jesus. And His power is touching her. Be healed. Be made whole. ഇതിലെന്താണ് കോമഡി എന്നല്ലേ? ഈ തുള്ളുന്ന സഹോദരി IPCയിലെ വിശ്വാസിയും താഴോട്ട് വീണ ഈ സഹോദരിയെ പതപ്പിക്കാൻ പുതപ്പും കൊണ്ട് നിൽക്കുന്നത് ഇവിടുത്തെ അറിയപ്പെടുന്ന IPCയിലെ ഒരു പാസ്റ്ററുടെ ഭാര്യയുമാണ്. എന്നാൽ ഇത്തരം തുള്ളലും ചാടലും മറിയലും ഉരുളലും വീഴ്ചയും ഛർദിയും കുറിച്ചൊക്കെ IPCയുടെ നിലപാട് എന്താണ് എന്ന് നോക്കുമ്പോഴാണ് കോമഡി. നിങ്ങൾക്കിവിടെ കാണാം, IPC പുറത്തിറക്കിയ പ്രസ്താവനയാണ്. ഇത്തരം തുള്ളലിലും ചാട്ടങ്ങളിലും ഇത്തരം ഛർദിയിലും കൊരയിലും ചിരിയിലും ഒന്നും ദൈവസഭ വിശ്വസിക്കുന്നില്ല, നമുക്കിതുമായിട്ടൊരു ബന്ധമില്ല എന്ന് പബ്ലിക്കിൽ പ്രസ്താവനകൾ ഇറക്കിയിട്ടും പുതപ്പുമായി നിൽക്കുന്ന പാസ്റ്റർ ഭാര്യയും തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴുവായി IPCയിലെ വിശ്വാസി. പോട്ടെ, അതേ വേദിയിൽ IPCയിലെ നിരവധി പാസ്റ്റർമാരുണ്ട് എന്നോർക്കണം. എന്നാൽ ഇത് ദൈവസഭയുടെ നിലപാടിന്, ദൈവസഭയുടെ തീരുമാനത്തിന് വിരുദ്ധമായതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം അവിടെ ഇരുന്ന കോട്ടിട്ട ഒരെണ്ണന്മാർക്കും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അതിനേക്കാൾ മറ്റൊരു രസകരമായ കാര്യം അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഈ പുതപ്പ് ഈ പ്രസംഗകൻ കൊണ്ടുവന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ വളരെ പ്ലാനിംഗ് ആയിട്ടാണ് ആ ശുശ്രൂഷകൾ അവിടെ നടന്നിരിക്കുന്നത്. വളരെ പ്ലാനിംഗ് ആയിട്ട് പുതപ്പ് കൊണ്ടുവരുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ആളുകളാണ് ആദ്യം സ്റ്റേജിൽ കയറി വീണ് തുടക്കമിട്ട് കാണിച്ചു കൊടുത്തത് എന്നുള്ളത് വളരെ കൃത്യമായി അവിടെ നിന്ന ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്? നിലപാടുകളുണ്ട് എന്ന് പ്രസ്താവിക്കുകയും യാതൊരു നിലപാടുകളില്ലാത്ത ശുശ്രൂഷകൾ ആത്മീയ വേദികളിൽ നടക്കുകയും ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണെന്ന് എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹം ഇനിയെങ്കിലും ചിന്തിക്കേണ്ടുന്ന കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ മടങ്ങിവരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് വരാറായി, നിത്യതയ്ക്കായി നാം ഒരുങ്ങണം എന്ന് ജനത്തെ പ്രബോധിപ്പിക്കേണ്ടതിന് പകരം കാണിച്ചു കൂട്ടുന്ന ഇത്തരം വിക്രിയകൾ എന്തുകൊണ്ടാണ് ദൈവവചനം അറിയാമെന്നും അല്ലെങ്കിൽ വലിയ പണ്ഡിതന്മാരാണ് എന്നുമൊക്കെ അവകാശപ്പെടുന്ന ആളുകളുടെ നടുവിൽ നടക്കുന്നത്? ഇത് യാദൃശ്ചികമായി സംഭവിച്ചതാകാം. ഒരുപക്ഷെ ആ പ്രസംഗകനെ കുറിച്ച് സംഘാടകർ അറിയാതെ അദ്ദേഹത്തെ വിളിച്ചതാകാം എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം. പക്ഷെ അത് തെറ്റാണ്. കാരണം അദ്ദേഹം എങ്ങനെ പ്രസംഗിക്കുന്ന ആളാണ് എന്നുള്ളത് വളരെ കൃത്യമായി സോഷ്യൽ മീഡിയകളിൽ, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വളരെ വ്യാപകമായിട്ടുണ്ട്. അത് മാത്രമല്ല, പിസീനാക്ക് കോൺഫറൻസിൽ ഈ ചെകുത്താനെ വിളിച്ചിട്ടുണ്ട് എന്നറിഞ്ഞ സമയത്ത് തന്നെ അനേകം മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇയാൾ പലരെയും തള്ളിയിടുന്ന ആളാണെന്നുള്ള വാർത്തകളൊക്കെ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. അപ്പോൾ അറിവില്ലായ്മയോ അറിയാതെ ഒന്നും അല്ല ഇതൊക്കെ നമ്മുടെ വേദികളിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇത്തരം വേദികളിൽ, ഇത്തരം ആത്മീയ കൂട്ടങ്ങളിൽ വിവിധ തരത്തിലുള്ള ചിന്താഗതികളായ ആളുകളാണ് സംബന്ധിക്കുന്നത്. കാരണം ഒരു ഭൂരിഭാഗം ആളുകളും ദൈവവചനത്തിൻ്റെ പഥ്യോപദേശത്തിൽ നിലനിൽക്കണം, വചനം വിട്ട് ഒന്നിനും കൈയടിക്കരുത്, വചനത്തിന് വേണ്ടി നിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇത്തരം കോമാളിത്തരത്തിന് കൈയടിക്കുന്നവരും വീട്ടിൽ നിന്നേ വീഴാൻ വേണ്ടി കച്ചമുറുക്കി വരുന്ന ആളുകളും വരെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ വലിയ സാമ്പത്തിക ഓഫർ ഇത്തരം സംഘാടകർക്കോ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്കോ വലിയ സാമ്പത്തിക ഓഫറുകൾ കൊടുത്ത്, വലിയ സഹായം കൊടുത്തുകൊണ്ട് ഒരു സെഷനിലെങ്കിലും ഇത്തരം ചെകുത്താന്മാരെ വിളിക്കണമെന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ ഈ സാമ്പത്തിക സഹായവും ഇവരുടെയൊക്കെ സഹകരണവും ഇവരുടെയൊക്കെ അടുപ്പവും നിലനിർത്താൻ വേണ്ടി എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സംഘാടകർ അനുവദിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും അറിവില്ലായ്മയിൽ നിന്ന് സംഭവിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതിൻ്റെ എല്ലാം മാനദണ്ഡം പണം എന്നുള്ളത് മാത്രമാണ്. പണത്തിൻ്റെ മുമ്പിൽ, സ്ഥാനമാനങ്ങൾക്ക് മുമ്പിൽ ദൈവവചനത്തെ പുറകോട്ടെറിഞ്ഞു കളഞ്ഞിട്ട് വചനത്തെ വികലമാക്കുന്ന, വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഇത്തരം ദുരുപദേശ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് അറിവില്ലായ്മയല്ല, തികച്ചും മനഃപൂർവ്വമായി സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയുന്നത്, ഇത് പലരും തെറ്റാണ് എന്ന് പ്രതികരിക്കുകയും ഇത്തരം മേടകളിൽ നിന്നുകൊണ്ട് ഇതിനെതിരെ സംസാരിക്കുന്ന വലിയ ഡിഗ്രിയുള്ള അല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റി പാസ്റ്റർമാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്.
പക്ഷെ അവിടെയും രസകരമായൊരു ചിന്തയുണ്ട്. മേടകളിൽ കയറി നിന്നുകൊണ്ട് ഇതൊക്കെ തെറ്റാണ്, ഇതൊന്നും പാടില്ല എന്ന് പറയുന്ന പല ആളുകളിൽ ചിലർ, എല്ലാവരുമല്ല കേട്ടോ, പല ആളുകളിൽ ചിലർ അവരുടെ സ്വന്തം ലോക്കൽ ചർച്ചിൽ ഇത്തരം അണ്ണന്മാരെ വിളിച്ച് തള്ളിയിടിക്കുന്നവരാണ് എന്നുള്ളത് മറന്നു പോകരുത്. മേട കാണുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് വിളിച്ച് പറയും, പക്ഷേ സ്വന്തം ചർച്ചിൽ ഇത്തരം ബിരുദന്മാരെ വിളിക്കുകയും ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെ അവരുടെ സഭകളിൽ ഒരു മീറ്റിങ്ങിൽ പോലും വിളിക്കാറുമില്ല. അതും ഇരട്ടത്താപ്പാണ്. അത്തരം ആളുകളെ കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ വളരെ മനോഹരമായി വ്യാഴാഴ്ച പ്രാർത്ഥിച്ച് തുടങ്ങി എല്ലാ നിലയിലും നല്ല അഭിപ്രായം നേടി എല്ലാവരുടെയും മനസ്സ് നിറച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോയിരുന്ന ഒരാത്മീയ സമ്മേളനം, ഒരാത്മീയ ശുശ്രൂഷ ഈ ചെകുത്താന്മാർ താണ്ഡവ നൃത്തമാടി ഇത്തരത്തിൽ വികലമാക്കിയ സമയങ്ങളിൽ ഇതൊന്നും ആരും ഒന്ന് പറയാനില്ലേ എന്ന് നമ്മൾ വളരെ വേദനയോടെ ചിന്തിച്ചിരിക്കുന്ന ഒരു സമയം ശനിയാഴ്ച രാത്രിയിൽ കടന്നുപോയി. ഞായറാഴ്ച രാവിലെ കടന്നു വന്നപ്പോഴും എല്ലാവരുടെ മുഖത്ത് ആ ഒരു പ്രയാസം കാണാമായിരുന്നു. തമ്മിൽ സംസാരിച്ചവരും പറഞ്ഞു, എത്ര നന്നായി തുടങ്ങിയതാണ് ഈ ദിവസം, ഈ ശനിയാഴ്ച ദിവസം കൊണ്ടിട്ട് ഇത് കുളമാക്കിയല്ലോ എന്ന് പറയുകയും ചില ആളുകൾ തമാശയ്ക്കാണെങ്കിലും എന്നോട് ചോദിച്ചു, നിങ്ങളൊക്കെ ഇവിടെ ഇരുന്നിട്ടാണോ ഇതൊക്കെ നടക്കുന്നത്, നിങ്ങൾക്കൊന്നും സംസാരിക്കും, നിങ്ങളൊക്കെ പ്രതികരിക്കുന്നവരല്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു 5 മിനിറ്റ് നിങ്ങൾ മൈക്ക് എൻ്റെ കയ്യിൽ തരാമെങ്കിൽ ആ 5 മിനിറ്റ് കൊണ്ട് പറയേണ്ടത് മുഴുവൻ പറയാനുള്ള ആംബിയറൊക്കെ നമുക്കുണ്ട്. പക്ഷേ നമുക്കതിനുള്ള അവസരമില്ല. അത് പോട്ടെ, അത് ഒരു മാറ്റർ അല്ല. കാരണം നമ്മൾ തന്നെ സംസാരിച്ചാലും ഒക്കെ ഒന്നൊന്നുമില്ലല്ലോ. ദൈവത്തിന് ആരിലൂടെയും സംസാരിക്കാം. ദൈവത്തിന് ദൈവകരത്തിൽ ഉപയോഗിക്കപ്പെടാൻ നിന്ന് കൊടുക്കുന്ന ഒരാളെ മതി. അത് നന്നായി ഉപയോഗിക്കുവാൻ ദൈവത്തിനറിയാം. ആ നിലയിൽ എല്ലാവരും വളരെ സങ്കടത്തോടെയൊക്കെ ഇരിക്കുന്ന, ആരും പറയുന്നില്ലല്ലോ എന്ന് ഓർത്തിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി. ആദ്യത്തെ ദിവസങ്ങളിൽ അവയർനെസ് കൊടുത്ത്, മുന്നറിയിപ്പ് കൊടുത്ത്, ഇത്തരം ചെകുത്താന്മാരിൽ വീഴരുതെന്ന് പറഞ്ഞിട്ടും ഇസ്രായേൽ ജനത്തെ പോലെ എത്ര പറഞ്ഞിട്ടും മനസ്സിലാക്കാത്ത മന്ദബുദ്ധി കഴുതകൾ പിന്നെയും തുള്ളി, അതായത് ഷാജി ദാനിയൽ പാസ്റ്ററിന്റെയും അതിനു മുമ്പ് പ്രസംഗിച്ച ഷിബു അറ്റ്ലാന്റ പാസ്റ്ററിന്റെയും ഒക്കെ മെസ്സേജ് കേട്ടപ്പോൾ മുമ്പിലിരുന്ന് എഴുന്നേറ്റ് നിന്ന് അല്ലേലിയോ എന്നൊക്കെ വിറപ്പിച്ച പുള്ളികളാണ് ഈ ചെകുത്താൻ വന്ന് കൈവീശിയപ്പോൾ വീഴാനും തുള്ളാനും അല്ലേലിയോ പറയാനും മുമ്പിൽ നിന്ന് അന്ന് മറന്നു പോകരുത്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന സമയത്ത് വീണ്ടും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ഞായറാഴ്ച ദിവസം, കർത്തൃമേശയുള്ള ദിവസം, ആ സഭായോഗത്തിൻ്റെ ആരാധനാ ദിവസത്തിൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബു തോമസ് ഒക്ലഹോമ, നമുക്ക് അദ്ദേഹത്തെ അറിയാം. പലപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് വളരെ ആദരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു ദൈവദാസൻ. അതിൻ്റെ കാരണം നാട്ടിൽ കുമ്പനാട് പോലെയുള്ള മഹാസമ്മേളനത്തിൽ കടന്നു വന്ന് അവിടെ ഇരിക്കുന്ന ഒരു റവറൻഡിൻ്റെയും മുഖം നോക്കാതെ വചനത്തിൻ്റെ സത്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു പറയാൻ ആർജവം കാണിക്കുന്ന നട്ടലുള്ള ഒരു ദൈവദാസൻ എന്ന നിലയിൽ അദ്ദേഹം പ്രസംഗിക്കാൻ കയറിയപ്പോൾ എല്ലാ ദൈവമക്കളും പ്രതീക്ഷയോടെ ഇരുന്നു. എന്നാൽ ആ പ്രതീക്ഷയെ ഒട്ടും തെറ്റിക്കാതെ വളരെ ശക്തമായി മുഖം നോക്കാതെ ആ കടശി ദിവസം, ആരാധനാ ദിവസം, പാസ്റ്റർ ഷിബു തോമസ് ഒക്ലഹോമ ശക്തമായ ദൈവ വചന സന്ദേശം അവിടെ അറിയിച്ചു. ആ വചന സന്ദേശം നിങ്ങൾക്ക് യൂട്യൂബുകളിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ അവസരമുണ്ട്. അത് മുഴുവൻ എടുത്ത് എനിക്ക് ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും അദ്ദേഹം പ്രധാനമായി പറഞ്ഞ ആ ശക്തമേറിയ ആ ഒരു ചില മിനിറ്റുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കും. എന്റെ ഭവനത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ സഭയിൽ ഒരു പ്രാവശ്യം കൂടെ ഈ മാനസാന്തരത്തിന്റെ സന്ദേശം കേൾക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ കോൺഫറൻസുകളിൽ സത്യവചനം പ്രസംഗിക്കപ്പെടണം. പ്രൈസ് കൊടലിയ. ഇത് എല്ലാ IPCയും, ചർച്ച് ഓഫ് ഗോഡും, ഷാരോനും, ന്യൂ ഇന്ത്യയും, ഓൾഡ് ഇന്ത്യയും എല്ലാം കൂടെ ചേർന്നൊരു സംഗമമാണല്ലോ നമ്മള്. പക്ഷെ നമ്മുടെ ഈ കോക്കസ് ഗ്രൂപ്പൊക്കെ നല്ലതായി, അപ്രീഷിയേറ്റ് എവരിബഡി. നമുക്കൊരു ഉപദേശ ഐക്യം കൂടെ വേണം ദൈവസഭയ്ക്ക്. PC-NAC സമ്മേളനത്തിന്റെ വിജയം എന്ന് പറയുന്നത് ദൈവസഭകൾക്കൊരു ഉപദേശ ഐക്യം കൂടെ ഉണ്ടാകണം. ഞങ്ങൾ എന്ത് വിശ്വസിക്കുന്നു, ഞങ്ങൾ എന്ത് പ്രസംഗിക്കുന്നു, അമേരിക്ക വന്നതുകൊണ്ട്, കേരളം വിട്ടതുകൊണ്ട്, ഇന്ത്യ വിട്ടതുകൊണ്ട് ബൈബിളിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്ക് ഒരു ഉപദേശത്തിന്റെ ഐക്യം ഉണ്ടാകണം. പ്രസംഗിക്കുന്നവർക്ക് നിർദ്ദേശം കൊടുക്കണം, വചനം എന്തായിരിക്കണം പ്രസംഗിക്കണമെന്ന്. പാസ്റ്റർ ഷിബു തോമസ് എന്നൊരു ടൈറ്റിൽ ഉള്ളത് കൊണ്ട്, പാസ്റ്റർ ജേക്കബ് മാത്യു എന്നോ ഒരു പാസ്റ്റർക്ക് ഇടത്തും വലത്തും എന്തെങ്കിലും ഉള്ളത് കൊണ്ട് അവര് പറയുന്നത് മാത്രമല്ല വചനം, ദൈവവചനം പ്രസംഗിക്കപ്പെടണം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ കുറഞ്ഞതൊന്നും നമ്മുടെ സ്റ്റേജുകളിൽ
നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭകളിൽ മുഴങ്ങുവാൻ സമ്മതിക്കരുത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും കൂടുതൽ ആലിംഗനം ചെയ്യുന്ന ദൈവദാസന്മാരെ ഇവിടെ ഇരിക്കുന്നത്. We believe in the power of the Holy Spirit. We embrace the miracles, signs and wonders happening in the church even today. ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങളത് പ്രസംഗിക്കുന്നു, ഞങ്ങളത് ഏറ്റെടുക്കുന്നു. നല്ല യേശു പ്രസംഗിക്കാത്ത, അപ്പോസ്തലന്മാർ ആചരിക്കാത്ത വചനവിരുദ്ധമായ കാര്യങ്ങളെ കാണുമ്പോൾ അതിനൊപ്പം തുള്ളാനും അതിനൊപ്പം പാടാനും അതിനൊപ്പം ആടാനും നിൽക്കുന്ന ഒരു സമൂഹമല്ല ദൈവസഭ. അടുത്ത PC-നാക്കിൽ എന്നെ വിളിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. എത്രയോടെ തന്നെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. സ്വതന്ത്രം പനീഷ് പാസ്റ്ററെ, സന്തോഷമേ ഉള്ളൂ. എന്നെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന എത്രയോ സംഘടനകളുണ്ട്. ഐ താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. വീട്ടിൽ നിന്ന് പുതപ്പൊന്നും കൊണ്ടുവരേണ്ട ആരെ മൂടാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഞാൻ കണ്ട വേദപുസ്തകത്തിലെ പുതപ്പ് ചത്ത് വീഴുന്ന അനന്യാസിനെ സഫീറെ മൂടുന്ന ബാല്യക്കാര് മാത്രമേ പുതപ്പ് കൊണ്ട് വന്നുള്ളൂ. ഇവിടെ വേണ്ടത് ആത്മാവിന്റെ പുതപ്പാണ്. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവിന് വിരോധമായി, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വിരോധമായി അന്യായത്വങ്ങളെ ശാസിക്കുന്ന ഒരു ദൈവഭയം ദൈവസഭയ്ക്കത്തുണ്ടാകട്ടെ. ഹല്ലേലൂയ. എന്റെ ശരീരത്തിലെ 100 രോഗം മാറിയില്ലെങ്കിലും എന്റെ നിത്യത നഷ്ടപ്പെടത്തില്ല എന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. ദൈവവചനത്തിലേക്ക് ദൈവസഭ മടങ്ങി വരട്ടെ. ആ ധനവാനെ പോലെ ഹല്ലേലൂയ, മാനസാന്തരം എന്താണെന്നറിയാതെ ഈ മണ്ണിൽ തിന്ന് സുഖിച്ച് പുളച്ച് ജീവിച്ച് നിത്യതയുടെ നരകത്തിൽ എത്തുന്നതിന് മുമ്പ് ജീവിച്ചിരിക്കുമ്പോൾ മാനസാന്തരത്തിന്റെ ഫലം കായ്ക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വളരെ വളരെ ശക്തമായ നിലയിൽ കർത്താവിന്റെ ദാസൻ ആ മീറ്റിംഗിൽ സംസാരിച്ച് ആ നിലയിൽ ആ ശുശ്രൂഷ അവസാനിപ്പിച്ചപ്പോൾ എല്ലാ മനുഷ്യരുടെയും മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ ആനന്ദത്തോടെ കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് ഞാൻ ദൈവമക്കളോട് ഈ ഒരു അനുഭവം, ഈ ഒരു സമ്മേളനം മുമ്പിൽ നിർത്തിക്കൊണ്ട് ഞാൻ വീണ്ടും ദൈവമക്കളോട് പറയുന്നത്, നമ്മുടെ വേദികളിൽ ഇങ്ങനെയുള്ള ബിരുദന്മാരെ, കുറുക്കന്മാരെ, ചെകുത്താന്മാരെ വിളിച്ചുകൊണ്ടുവന്ന് വചനപരിജ്ഞാനം ഇല്ലാത്ത സാധുക്കളായ ദൈവമക്കളെ ഉന്തിയിട്ടും തള്ളിയിട്ടും നടുവേദന എടുത്തും തലയിടിച്ചു വീണും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന വചനവിരുദ്ധമായ ഇത്തരം വിക്രിയ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ദയവായി തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അത്തരക്കാരെ ഒഴിവാക്കുവാൻ നിങ്ങളുടെ സഭയിലെ ശുശ്രൂഷകൻ അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ ദൈവമക്കൾ ഒറ്റക്കെട്ടായി അതിനെതിരെ ശബ്ദമുയർത്തണം. ഈ സഭയിൽ വചനവിരുദ്ധമായ ഇത്തരം പരിപാടികൾ നടത്താൻ പാടില്ല എന്ന നിലയിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞാൽ ആ പറയുന്ന ആൾ ഒറ്റപ്പെട്ടു പോകും. നാളിതുവരെ സഭകളിൽ സംഭവിച്ച ചരിത്രം അതാണ്. ഒരാൾ ഇത് തെറ്റാണ്, ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ മഹാഭാവിയായി മാറുന്ന അവസ്ഥയാണ് നമ്മൾ ആത്മീയ ലോകത്തിൽ കാണുന്നത്. അപ്പോൾ സത്യത്തിന് വേണ്ടി സംസാരിക്കുന്നവരെ ഒറ്റപ്പെടുത്താതെ നിങ്ങൾ യൂണിറ്റി ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങളുടെ സഭകളിൽ നിങ്ങൾ ദശാംശം കൊടുക്കുന്ന, നിങ്ങൾ അധ്വാനിച്ച, നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട ദൈവസഭയ്ക്കകത്ത് ഇത്തരം കാര്യങ്ങൾ നടത്താൻ യാതൊരു കാരണവശാലും നിങ്ങൾ അനുവദിക്കരുത്. ദൈവഹിതമായാൽ കർത്താവ് വന്നില്ല എങ്കിൽ 2026 ഇനി ചിക്കാഗോയിൽ PC-നാക്ക് നടക്കുന്നത് എന്നാണ് അറിയുവാൻ സാധിച്ചത്. അതിലെ സംഘാടകരായിരിക്കുന്ന ചില ആളുകൾ പരിചയമുള്ളവരും സ്നേഹിതരുമൊക്കെ ആയതുകൊണ്ടും ഞാൻ ഈ വീഡിയോയിലൂടെ അവരും കൂടി കേൾക്കാൻ പറയുന്നു. ദയവായി അടുത്ത PC-നാക്ക് കോൺഫറൻസ് കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ അത് നടക്കുമ്പോൾ വചനത്തിന് വേണ്ടി നിൽക്കുന്ന, ദൈവവചനത്തിന് വേണ്ടി സംസാരിക്കുന്ന, നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കർത്താവ് പറയുന്നത്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു. അങ്ങനെ പറയാൻ കഴിയുന്ന ആളുകളെ വിളിച്ച് നിങ്ങൾ ദൈവജനത്തിൻ്റെ മുമ്പിൽ വചന ശുശ്രൂഷ നടത്തുക. അങ്ങനെയുള്ള ദൈവദാസന്മാരെ നിങ്ങൾ മാനിക്കുക. ദൈവജനത്തെ നിത്യതയിലേക്ക് അടുപ്പിക്കുന്ന സന്ദേശങ്ങൾ കേൾക്കാൻ ഇടവരുത്തുക. കർത്താവ് വരാറായി എന്നൊരു മരുന്നിനെങ്കിലും ഒരു വരി പറയാൻ ആംബിയറുള്ള ദൈവദാസന്മാരെ നിങ്ങൾ വിളിക്കുക. നിത്യതയ്ക്കായി ജനത്തെ ഒരുക്കുന്ന മെസ്സേജുകളാകട്ടെ ഈ കാലഘട്ടങ്ങളിൽ, ഈ അന്ത്യകാലത്ത് നമ്മുടെയൊക്കെ മീറ്റിങ്ങുകളിലും സഭകളിൽ മുഴങ്ങുവാൻ ഇടയാകേണ്ടത്. അതിനു പകരം നിത്യതയോടടുപ്പിക്കുന്നതിന് പകരം മനുഷ്യരെ ലോകത്തോടടുപ്പിക്കുന്ന, ഭൗതിക നന്മകളോടടുപ്പിക്കുന്ന ഇത്തരം വിക്രിയകളിൽ നിന്ന് ഒഴിവായി നിൽക്കുവാനായി ദൈവജനം ശ്രദ്ധിക്കണമെന്ന് ദൈവസ്നേഹത്തിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.